നമസ്കാരം, എല്ലാവർക്കും ഋഷിറാം ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ 7 മുതൽ ഒരു ഭദ്ര യോഗം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 7 മുതൽ ഒരു 8 നക്ഷത്രം കോടീശ്വര യോഗത്തിലോട്ട് പോവുകയാണ്. ഏറ്റവും ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിച്ച ആ നക്ഷത്രക്കാർ ഇനി അവർക്കൊരു നല്ല സമയം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ ഞാൻ ചാരവശാൽ ഗ്രഹങ്ങളുടെ മാറ്റം വെച്ചാണ് ഈ പറയുന്നത്. സ്വാഭാവികമായിട്ടും ജന്മരാശിയും കൂടി അനുകൂലമാണെങ്കിൽ ഈ യോഗം ഉറപ്പായിട്ടും ആക്റ്റീവാകും. അപ്പം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് മറുപടി ചോദിക്കാമെന്നാണ്. ജ്യോതിഷപരമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നക്ഷത്രത്തെപ്പറ്റി ചോദിക്കാം. അതിനെല്ലാം ഞാൻ സമയം കിട്ടുമ്പോഴായാലും നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ തന്നെ മറുപടി നൽകും. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് പറയാൻ പോകുന്ന ജൂലൈ 7 എന്താണ് സംഭവിക്കുന്നത്? ബുധൻ മിഥുനൻ രാശിയിലോട്ട് ചാരവശാൽ മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധാദിത്യ യോഗം മാത്രമല്ല, വരാൻ പോകുന്ന യോഗവും രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്ര യോഗം. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ ഒരു രാജകുമാരനാണ്. അത് മാറുമ്പോൾ തന്നെ നമുക്ക് ഭദ്ര യോഗം എന്ന് പറയുന്നൊരു യോഗം ഉണ്ടാകുക. ഭദ്ര യോഗം ഏതൊക്കെ, അതൊരു കോടീശ്വര യോഗമാണ്. പെട്ടെന്ന് ധനം ഉണ്ടാകുക, സൗഭാഗ്യങ്ങൾ ഉണ്ടാകുക, ദുഃഖങ്ങളൊക്കെ മാറുക, ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ജോലി സ്ഥലത്തുണ്ടായിരുന്ന വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഒരുപാട് കാലമായിട്ട് കടങ്ങളെല്ലാം കയറി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു 8 നക്ഷത്രങ്ങളാണ്. അവർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത്. അവരുടെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കാണണം. നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനന ജാതകത്തിൽ ഭദ്രയോഗമോ ഏതെങ്കിലും യോഗം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉറപ്പായിട്ടും ആ യോഗം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ബുധൻ ജൂലൈ 7 മുതൽ ബുധൻ മിഥുനൻ രാശിയിലോട്ട് വരുമ്പോൾ ഒന്നാമതായി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം എല്ലാ കാര്യത്തിലും അവർക്ക് പരാജയങ്ങൾ മാത്രം അനുഭവിച്ച് ദുരിതവും കഷ്ടപ്പാടും മാത്രം അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ്. എത്ര കഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ കുറ്റം മാത്രം ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടി എന്ന് പറയാൻ പറ്റുന്ന മൂലമാണ്. അവർക്ക് ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ആ നക്ഷത്രത്തിന് ഈ ജാതകത്തിൽ സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാരവശാൽ അനുകൂലമാവുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സമയം നല്ല സമയമാണ് വരാൻ പോകുന്നത്. കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു നക്ഷത്രമാണ് പൂരാടം. അതും ധനുരാശിയിൽപ്പെടുന്നതാണ്. ധനുവിൻ്റെ 7ാം ഭാവത്തിലാണ് മിഥുനൻ രാശി വരുന്നത്. മിഥുനൻ രാശിയിൽ ബുധൻ മാറുമ്പോൾ ബുധാദിത്യ യോഗം. വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് ധനു. അതിൻ്റെ 7ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ഈ ഒരു ഭദ്രായോഗം ബുധൻ കൊടുക്കുന്ന യോഗമാണ് ഭദ്രായോഗം. അത് ആക്റ്റീവ് ആകുന്നതോടെ ഇവരും കോടീശ്വര യോഗത്തിലോട്ട് വരികയാണ്. അവർക്കും പെട്ടെന്നുള്ള ധന സൗഭാഗ്യങ്ങളെല്ലാം വരുന്ന പൂരാടം നക്ഷത്രമാണ് രണ്ടാമത്തത്. അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രത്തിന് ഈ സൗഭാഗ്യങ്ങളുണ്ട്. ഇവരും കുറേ കാലമായിട്ട് ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ശനിയുടെ ദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ അനുകൂല സമയമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലവും ദുരിതങ്ങളും കണ്ടകശനിയും അനുഭവിച്ചുകൊണ്ടിരുന്ന ബുധൻ്റെ സ്വന്തം മിഥുനൻ രാശിക്കാർ, അതായത് തിരുവാതിര നക്ഷത്രക്കാർ, കുറേ കാലമായിട്ട് അവർ ദുഃഖം ദുരിതങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഈ പറയുന്ന ബുധൻ്റെ ഈ മാറ്റം, മിഥുനൻ രാശിയിലോട്ടുള്ള ബുധൻ്റെ ഈ രാശിമാറ്റം അവർക്ക് കൂടുതൽ അനുകൂലമാകുകയാണ്. അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇത്രയും കാലം അനുഭവിച്ച് കുടുംബ വഴക്കുകൾ, മിഥുനം രാശിപ്പെടുന്ന തിരുവാതിരയുടെ കാര്യം പറയേണ്ട, അവർക്ക് ഒരുപാട് ദുരിതങ്ങളായിരുന്നു. ഈ ജൂലൈ 7 മുതൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ജൂലൈ 7 മുതൽ അവർക്ക് ബുധൻ്റെ ഭദ്രയോഗം കൂടി വരുന്നതോടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ അവർക്ക് ഇനിയും അങ്ങോട്ട് നല്ലൊരു സമയമായിരിക്കും. ഈ പറയുന്ന ഭദ്രയോഗം അവർക്കുണ്ടെങ്കിൽ ഇനി ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ, അതായത് നവാംശത്തിലെങ്കിലും നിങ്ങൾക്ക് സ്വക്ഷേത്രത്തിലാണെങ്കിൽ ബുധനെങ്കിൽ നിങ്ങൾക്ക് ഈ യോഗം ആക്റ്റീവ് ആകാറുണ്ട്, ഈ ഭദ്രയോഗം ലഭിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശി തന്നെ നമ്മുടെ മകയിരം നക്ഷത്രത്തിൽ, അതായത് മിഥുനം കൂറിൽ വരുന്നത്, മിഥുനൻ രാശിയിൽപ്പെടുന്ന മകയിരം അതുപോലെ പുണർദം നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകും. അവർ ഒരുപാട് അവർ ഈ പറഞ്ഞ പോലെ കണ്ടകശനിയുടെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. അവരും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പക്ഷേ ജാതകം നോക്കുന്നുണ്ടെങ്കിൽ ജാതകം നോക്കാൻ എനിക്ക് 1 മണിക്കൂർ മേളിൽ സമയമെടുക്കും. ഒരു ജാതകം 1 മണിക്കൂർ മുതൽ 1 ദിവസം വരെ എടുക്കും. മുഴുവൻ നോക്കണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ നോക്കിയെടുത്ത് തരാം. ജാതകം ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിലോട്ട് ഫോൺ വിളിക്കണ്ട. എനിക്ക് ജോലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ് ജോലിയെല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ
അത് പെയ്ഡായിരിക്കും. അതിൽ ഞാൻ എടുത്ത് ഒരുപാട് സമയം എടുക്കും, അപ്പം അതിൻ്റേതായിട്ടുള്ള ഇത് വരും. അത് അങ്ങനെ ജാതകം എടുത്ത് നോക്കേണ്ടവർക്ക് ഞാൻ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. സത്യസന്ധമായിട്ട് നമ്മൾ ജാതകം എടുത്ത് ഗ്രഹനില എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരികയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ അത് പെയ്ഡാണ്. ഞാനത് വിശദമായിട്ട് വാട്സാപ്പിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇപ്പം മിഥുനം രാശിയിൽപ്പെടുന്ന ഈ നക്ഷത്രങ്ങളും മകയിരം, അതുപോലെ തന്നെ മിഥുനം രാശിയിൽപ്പെടുന്ന ഏതൊക്കെയാണ്? മകയിരമുണ്ട്, തിരുവാതിര, പുണർദം. ഈ നക്ഷത്രങ്ങൾ ഈ പറയുന്ന യോഗം ഭദ്രായോഗം ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ മിഥുനം അല്ലാതെ ബുധൻ്റെ രാശി അതാ കന്നി രാശി. ശ്രദ്ധിച്ച് കേട്ടണം, ബുധന് 2 രാശികളാണ് സ്വക്ഷേത്രം ബുധൻ്റെ രാശി എന്ന് പറയാൻ പറ്റുന്ന മിഥുനം, കന്നി. കന്നി രാശിക്കാരായ കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഉത്രം, കന്നി രാശിയിൽപ്പെടുന്ന ഉത്രം നക്ഷത്രം കേട്ടോ. അവരുടെ ജാതകം ഞാനിതാണ്ട് ചാരവശാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും അതുപോലെ ഉത്രം നക്ഷത്രത്തിന് ഏറ്റവും ദുരിതങ്ങളായിരുന്നു. അവർക്ക് എന്താ അഷ്ടമശനിയും എല്ലാമായിരുന്നു. ആ ശനിയുടെയൊക്കെ ദോഷം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ വരാൻ പോകുന്നത്. അവർക്ക് പെട്ടെന്നുള്ള സൗഭാഗ്യങ്ങളും അതുപോലെയുള്ള ചെറിയ ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പ്രൈസുകളൊക്കെ ലഭിക്കാനും കോടീശ്വര യോഗം ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞ് ലോട്ടറി ഒന്നും എടുക്കരുതെല്ലാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ അഷ്ടമഭാവത്തിലുള്ള ഇതിൻ്റെ കണക്കൂട്ടലോടെ ചാരവശാൽ നോക്കുമ്പോൾ അവർക്ക് നിധി പോലുള്ള സംഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് പെട്ടെന്നുള്ള ധനം ലഭിക്കും എന്നാണ് പറയുന്നത്. ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും. ഉത്തരം നക്ഷത്രം മാത്രമല്ല, കന്നി രാശിയിൽപ്പെടുന്ന 2 നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തിര, അത്തം ചിത്തിര, ഇവരും നമ്മുടെ ബുധൻ്റെ രാജകുമാരൻ്റെ ക്ഷേത്രത്തിൽ ഉള്ള നക്ഷത്രങ്ങളാണ്. അപ്പോൾ അത്തവും ചിത്തിരയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ ഞാൻ പറയേണ്ട തന്നെ, അവർക്ക് തന്നെ അറിയാം അവരെന്തേലും അനുഭവിച്ചിട്ടുണ്ടെന്ന്. ആ ദുരിതങ്ങളെല്ലാം മാറി ഇനിയിപ്പം നല്ലൊരു സമയം വരും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം രാജകുമാരനാണ് സ്വക്ഷേത്രത്തിലോട്ട് മിഥുനം രാശിയിലോട്ട് ജൂലൈ 7-ന് മാറുന്നത്. അപ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറും. ഈ പറഞ്ഞ 9 നക്ഷത്രമുണ്ട് മൊത്തം. അവർക്ക് മുഴുവൻ യോഗ സമയമാണ്. പ്രത്യേകിച്ച് അതിൽ 8 നക്ഷത്രങ്ങളുണ്ട്. അതിൽ അവർക്കാണ് ഈ രാജയോഗം കൂടി ആക്റ്റീവ് ആകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാം. എല്ലാം കൂടി പറയാൻ ഈ വീഡിയോ വലുതായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രങ്ങൾ അതിൽ മകയിരം, ഉത്രം, ഈ നക്ഷത്രങ്ങൾ 2 രാശിയിലും കൂടി പെടുന്നുണ്ട്. അതായത് ചിങ്ങൻ രാശിക്കാർക്ക് അവർക്ക് കുഴപ്പമില്ലാത്തത്. പക്ഷേ ഈ യോഗം ആക്റ്റീവ് ആകുന്നത് കന്നി രാശിയിൽപ്പെടുന്ന ഉത്തരം നക്ഷത്രത്തൊക്കെയാണ്. അതുപോലെ ഇടവൻ രാശിയിൽപ്പെടുന്ന മകയിരമല്ല, മിഥുനം രാശിയിൽപ്പെടുന്ന മകയിര നക്ഷത്രത്തിനാണ് ഈ യോഗം ആക്റ്റീവ് ആകുന്നത്. ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ജ്യോതിഷ സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അറിവും ഞാൻ പഠിച്ച വിഷയങ്ങളും വെച്ച് നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഇതും വെച്ച് നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് മറുപടി തരാം. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഫോൺ വിളിക്കരുത്, കാരണം ജോലിയുടെയും തിരക്ക്. നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഗ്രഹനില എടുത്ത് നിങ്ങളുടെ ജാതകം കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, അതും വിശദമായിട്ട് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, നമസ്കാരം.